മനീഷ്, അതൊരു അൺബിലീവബിൾ ലീഡാണ്, അൺബിലീവബിൾ മൂവാണ്. കാരണം 2024 ഒരു പാർട്ടി പ്രഖ്യാപിക്കുന്നു, അതിന് പിന്നാലെ 2026 ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നു TVK എന്ന പാർട്ടി. അതിൽ വിജയ് മുഖ്യമന്ത്രിയായി വരുന്നു, അതും ഒറ്റയ്ക്ക് മത്സരിച്ച്, മറ്റ് കക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് 108 സീറ്റുകളിൽ വിജയിക്കുന്ന ഒരു പാർട്ടിയായി TVKയ്ക്ക് വളരാൻ സാധിക്കുന്നു. അതിനിടയിൽ ഉണ്ടായ കരൂർ ദുരന്തവും അപ്പോൾ ഉണ്ടായ തിരിച്ചടിയും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് ഒരു പ്രശ്നമേ അല്ലാതായി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതൊരു പുതിയ ചരിത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് നിസ്സംശയം അതുകൊണ്ട് തന്നെ പറയുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പാർട്ടികൾ, ഇടത് പാർട്ടികളും കോൺഗ്രസും എല്ലാം TVKയ്ക്ക് ഒപ്പം നിൽക്കുമ്പോൾ അവിടെ മാറുന്ന ചില മുന്നണി സമവാക്യങ്ങളുണ്ട്. അത് DMK-ക്കകത്ത് ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ നമ്മൾ ഡൽഹിയിലടക്കം കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ വിജയിലേക്ക് തന്നെയാണ് 2024 ശേഷമുള്ള വിജയുടെ പടിപടിയായുള്ള മുന്നേറ്റം, ഉയർച്ച, അതിനെ എങ്ങനെ വിലയിരുത്താം? പ്രജിൻ, വിജയുടെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടുള്ള ശ്രമങ്ങൾ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു വിജയ്ക്ക്. കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടിലധികമായി എല്ലാ മേഖലയിലും വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. വാർഡ് തലങ്ങളിൽ വരെ അവർക്ക് ഘടകങ്ങളുണ്ട്. അവിടെയുള്ള ഓരോ വീടുകളിലും എത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ഓരോ ആഴ്ചകളിലും കൃത്യമായി സേവന പ്രവർത്തനങ്ങൾ നടക്കുക, സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെ ഒരു വെൽഫെയർ അസോസിയേഷനായി, ഒരു ചാരിറ്റി നടത്തുന്ന ഒരു സംഘടനയായി, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, അത്തരത്തിലുള്ള രോഗികൾക്കുള്ള സഹായങ്ങൾ, അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്ന ഒരു സംഘടനയായി, പുറത്തുനിന്ന് ഫണ്ടുകൾ കണ്ടെത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംഘടനയായിട്ടായിരുന്നു ഈ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്നത്. അത് ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. ആ ഒരു ശ്രമം എന്തായാലും വിജയ്ക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. യുവാക്കൾ, സ്ത്രീകൾ മാത്രമല്ല വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ കഴിയും. വളരെ സാധാരണക്കാരായിട്ടുള്ള വിജയുടെ അല്ലെങ്കിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ സഹായം ലഭിച്ചിട്ടുള്ള ആളുകളൊക്കെ വിജയ്ക്ക് എന്തായാലും അത്തരത്തിലൊരു പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാട്ടിത്തരുന്ന. വ്യക്തമാണ് മനീഷ്. എന്തായാലും ദളപതി മുതൽവനായി എത്തുന്നു തമിഴകത്ത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർത്തി എപ്പോഴും നേർത്തതാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ചതോടെ വിജയ് തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.